ഓം ശ്രീ മഹാശക്തി ത്രയേശ്വര്यै നമഃ. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പുതിയകാവ് പ്രദേശത്ത് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന് ദിവ്യ നേർരേഖയിൽ ആചാര്യഗൃഹത്തിൽ നിത്യദേവതാ സാന്നിധ്യമായി പ്രകാശരൂപേണ പ്രത്യക്ഷമായിരിക്കുന്ന അപൂർവമായ ശക്തിപീഠമാണ് ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവീക്ഷേത്രം. ശാക്തേയ പാരമ്പര്യത്തിൽ അപൂർവമായി ദർശിക്കപ്പെടുന്ന ശക്തിത്രയ സമന്വയം ശ്രീ മഹാകാളി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാസരസ്വതി എന്നീ ദേവീ ചൈതന്യങ്ങൾ ഏകഭാവത്തിൽ ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവിയായി ആചാര്യഗൃഹത്തിലെ പവിത്രസ്ഥാനത്ത് ഭക്തലക്ഷങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഉദ്ദിഷ്ടവരദായിനിയായി കുടികൊള്ളുന്നു. ആചാര്യ തപസ്സും അമ്മയുടെ അനുഗ്രഹവും യോജിച്ചപ്പോൾ അതിപവിത്രമായ ഈ പുണ്യഭൂമി അഭിഷ്ടവരദായിനിയായ ആദിപരാശക്തിയുടെ ദിവ്യസന്നിധിയായി മാറി. ഉദ്യത്കോടിദിവാകര പ്രതിഭടോ തുംഗരൂപസ്തനീം ബദ്ധാർദേന്ദുകിരീടഹാരരശനാ മഞ്ജീരസംശോഭിതം അക്ഷസ്രക്പരശും ഗദേഷു കുലിശം പദ്മം ധനുപുസ്തകം ശൂലം ശംഖസുദർശനേ ച ദധതീം പാശം ച ഖഡ്ഗം ശരം കുംഭം പൂർണവരാഭയാദിവിമലം ഹസ്തൈ പ്രവാളപ്രഭാം രക്താംബരാം സിംഹവിശേഷപീഠാം ശക്തിത്രയാം പൂർണമശേഷരൂപാം വിശ്വേശ്വരീം സകലസച്ചിത്സ്വരൂപാം ധ്യായേത് സദാ ശ്രീ മഹാശക്തിത്രയേശീ. ഓം ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണ ഓം ശ്രീ മഹാശക്തി ത്രയേശ്വര്यै നമഃ. ശ്രീ മഹാദേവൻ അഗ്നിജലതത്വരൂപത്തിൽ ഇവിടെ ലയിച്ചിരിക്കുന്നു. പത്മാസനസ്ഥിതയായി ശ്രീ മഹാശക്തി ത്രയേശ്വരി 16 തൃക്കരങ്ങളോടുകൂടിയാണ് അമ്മ ദർശനം നൽകുന്നത്. കയ്യിൽ വാള്, ശൂലം, പാശം, വെൺമഴു, ശംഖ്, ചക്രം, അസ്ത്രം, വില്ല്, അക്ഷമാല, പുസ്തകം, അഭയവരമുദ്രകൾ എന്നിവ ശോഭിക്കുന്നു. 2 കൈകൾ കൊണ്ട് ഐശ്വര്യമാകുന്ന പൂർണ്ണകുംഭത്തെ തൻ്റെ മക്കളിലേക്ക് ചൊരിയുന്ന മാതൃഭാവം. അമ്മ ഒരേ സമയം സൃഷ്ടിസ്ഥിതി സംഹാര സ്വരൂപിണിയായി മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്നീ ഭാവത്രയത്തിൽ പകർന്നാടുന്നു. അതേസമയം തന്നെ സാക്ഷാൽ ശ്രീ ദുർഗാ പരമേശ്വരിയായ ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. നിറഞ്ഞ ഭക്തിയോടെയും നിഷ്കളങ്കമായ മനസ്സോടെയും പൂർണ്ണമായ സമർപ്പണബോധത്തോടെയും അമ്മയെ ദർശിക്കുന്ന ഭക്തർക്ക് ദിവ്യപ്രഭയാൽ ആലോകിതമായ മുഖത്തോടും അമൃതതുല്യമായ സ്മിതത്തോടും ദിവ്യ ചൈതന്യത്തോടെ തിളങ്ങുന്ന കരുണാമയമായ നയനങ്ങളോടെയും തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന അമ്മയുടെ
ആ മഹാശക്തിത്രയമായ വിശ്വരൂപ ദർശനം തന്നെ ഭക്തരുടെ ജന്മത്തിലെ ഒരു പുണ്യനിമിഷമാകുന്നു. ശരത്കാല പൂർണ്ണചന്ദ്രപ്രഭയോടെ വിശ്വത്തെ മുഴുവൻ വശീകരിക്കുന്ന പുഞ്ചിരിയോടെ കാരുണ്യക്കടലായ കണ്ണുകളോടെ അമ്മ ദർശനം നൽകുന്നു. മാതൃവാത്സല്യത്തിൻ്റെ വിരാടഭാവത്തിലുള്ള മഹാശക്തിത്രയ വിശ്വരൂപ ദർശനം. ആ ദർശനത്തിൽ ഭക്തന്റെ സങ്കടക്കടൽ വറ്റുന്നു. ഭക്തനെ മാറോട് ചേർത്ത് അമ്മ വാത്സല്യത്തിൻ്റെ അമൃതൂട്ടുന്നു. ഭക്തരായ മക്കൾക്ക് കാരുണ്യത്തിൻ്റെ അമ്മിഞ്ഞപ്പാൽ നൽകാൻ സദാ സന്നദ്ധയായ അമ്മ മാറുപോലും മറയ്ക്കാതെ വിരാജിക്കുന്നു. വിശ്വസുന്ദരിയായ അമ്മയുടെ കർണങ്ങളിൽ ഒന്നിൽ സൂര്യനും മറ്റൊന്ന് ചന്ദ്രനും കർണാഭരണങ്ങളാകുന്നു. അറിവിൻ്റെയും വിദ്യയുടെയും ബുദ്ധിയുടെയും ഗ്രഹമായ ബുധന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന മരതകക്കല്ല് പതിച്ച പതക്കവും അമ്മയുടെ കേശഭാരത്തെ അലങ്കരിക്കുന്ന കിരീടത്തിലെ ചന്ദ്രക്കലയും ജഗന്നാഥനായ മഹാദേവന്റെ സാന്നിധ്യവും അമ്മ സാക്ഷാൽ അർദ്ധനാരീശ്വരി തന്നെയാണെന്നും അതല്ല സാക്ഷാൽ പാർവതീദേവി തന്നെയാണെന്നും പറയാതെ പറയുന്നു. ആ പൂർണ്ണശക്തി മാതൃവാത്സല്യ കാരുണ്യരൂപത്തെ എല്ലാവിധ ആചാര അനുഷ്ഠാന പ്രകാരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്യുന്നു. അമ്മയുടെ ദർശനത്തിൽ ഭക്തൻ നിശ്ചലനാവുന്നു. കണ്ണടയ്ക്കാൻ പോലും മറന്നുകൊണ്ട് കണ്ണു നിറഞ്ഞ് തൊഴുകൈകളോടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറന്ന് അമ്മയുടെ ദിവ്യാകർഷണത്തിൽ ലയിക്കുന്നു. കൊല്ലൂർ മൂകാംബികയിൽ നിന്നാണ് അമ്മയുടെ ആവിർഭാവം. ദീർഘകാലമായി ദേവീ മഹാത്മ്യോപാസനയിലൂടെ അമ്മയെ ഭജിച്ചിരുന്ന ആചാര്യന് അമ്മ ദർശനം നൽകി. മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും തന്നിൽ കുടികൊള്ളുന്നു എന്ന മഹാരഹസ്യം അമ്മ ആചാര്യന് മുന്നിൽ തുറന്നു. അതോടൊപ്പം ഭഗവതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീപാർവതീ ഭാവത്തെയും ദുർഗാപരമേശ്വരി ഭാവത്തെയും അമ്മ വെളിപ്പെടുത്തി. തനിക്ക് കുടിയിരിക്കാൻ സങ്കേതം കണ്ടെത്താനും ആചാര്യനോട് അമ്മ ആവശ്യപ്പെട്ടു. സ്ഥലസൂചനയിൽ അത് സാക്ഷാൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ നേർരേഖയിലാണെന്നും അതാകട്ടെ കിഴക്ക് ദിക്കിലേക്കും തെക്കു ദിക്കിലേക്കും ഒരുപോലെ മുഖദർശനമായ ഭവനമാണ് എന്നും അവിടെ കിഴക്കോട്ട് ദർശനമായി തനിക്ക് ശ്രീകോവിൽ പണിയണമെന്നും ക്ഷേത്രത്തിൻ്റെ യോഗക്ഷേമം നിർവഹിക്കാനും ഭക്തജന സഹസ്രങ്ങളെ അനുഗ്രഹിക്കാനുമായി അമ്മയുടെയും മഹാദേവന്റെയും പുത്രനായ സച്ചിദാനന്ദ സ്വരൂപനായ പരമഗുരുവായ പരബ്രഹ്മസ്വരൂപനായ സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയെ സകല പരിവാര സമേതമായി ഉത്തമത്തിൽ ഉത്തമമായ ഭാവത്തിൽ അമ്മയുടെ ഇടത്ത് ഭാഗത്ത് പ്രതിഷ്ഠിക്കാനും നിർദ്ദേശിച്ചു. അമ്മയുടെ ഈ ദിവ്യ നിർദ്ദേശങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആത്മാവായി മാറിയത്. ഒരിക്കൽ സന്യാസിമാരും ഋഷികളും തപസ്സനുഷ്ഠിച്ച ഒരു ശാന്ത വനഭൂമിയായിരുന്നു ഈ സ്ഥലം. അമ്മയുടെ അരുളപ്പാടനുസരിച്ച് അത് ശക്തിയും ഊർജവും നിറഞ്ഞ ഒരു അപൂർവ ആത്മീയ സങ്കേതമായി മാറി. മൂകാംബികയിൽ നിന്നാണ് അമ്മയുടെ ആവിർഭാവമെങ്കിലും അമ്മയുടെ രൂപഭാവങ്ങൾ ഇവിടെ വ്യത്യസ്തമാണ് എന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞു. ആചാര്യന്മാരും ഗുരുക്കന്മാരും അമ്മയ്ക്ക് പലവിധ നാമങ്ങൾ നിർദ്ദേശിച്ചുവെങ്കിലും അതൊന്നും അമ്മയെ പ്രകാശിപ്പിക്കാൻ പോന്നതായി. ഒടുവിൽ അമ്മയുടെ ഇച്ഛ ആചാര്യനിലൂടെ വൈഖരിയായി ഒഴുകി. മഹാമന്ത്രസ്വരൂപിണിയായ അമ്മയുടെ നാമം ശ്രീ മഹാശക്തിത്രയേശ്വരി ദേവി എന്നായി. ദിവ്യ സ്വപ്ന ദൃഷ്ടികളിലൂടെ അഭംഗുരം അമ്മയുടെ ഇച്ഛകൾ ആചാര്യനിലൂടെ ഇന്നും തുടരുന്നു. അമ്മയുടെ ആധാര പത്മശിലാപീഠത്തിൽ തന്നെ അഗ്നിജല തത്വങ്ങൾ ലയിച്ച ഒരു അതിപുരാതന ശിവലിംഗം ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവീ ക്ഷേത്രത്തിലെ മഹാദേവലിംഗം. അമ്മയുടെ അരുളപ്പാടനുസരിച്ച് ഒരു പൗർണമി നാളിൽ തിരുവണ്ണാമലയിലെ പ്രദക്ഷിണ വീതിയിൽ വെച്ച് കണ്ട സിദ്ധർ ആചാര്യനോട് പറഞ്ഞത് പ്രകാരം ശ്രീ മഹാദേവൻ തിരുവണ്ണാമലയിലെ അരുണാചലേശ്വരന്റെ ഭാവത്തിൽ അഗ്നിസ്വരൂപത്തിലും ലിംഗപീഠം അരുണാചലശിലയും ലിംഗം
നർമ്മദാ നദിയും അതിൻ്റെ കാലപ്പഴക്കം നിർവചിക്കാൻ സാധ്യമല്ലാത്തതും ഈ സമ്മിശ്രലിംഗം അഗ്നി ജല ശക്തി തത്വങ്ങളുടെ സമത്വം സൂചിപ്പിക്കുന്നതുമാണ്. ഈ ശിവലിംഗ ചൈതന്യം ദേവിയിൽ ലയിക്കുകയും അതിനുശേഷം ഈ പ്രസ്തുത ശിവലിംഗത്തെ പരമഗുരുവായി ക്ഷേത്രത്തിൽ ഉപചാരപൂർവം പ്രതിഷ്ഠിച്ച് പരിപാലിക്കുകയും വേണമെന്നും മഹാദേവന് നിത്യേന പ്രത്യേക അഭിഷേക പൂജാദികൾ വേണ്ടതും പൗർണമി നാൾ പ്രധാനപ്പെട്ടതും അതിനായി നടത്തേണ്ടുന്ന വിശേഷാൽ ചടങ്ങുകളും പൂജകളും വിധികളും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് തിരുവണ്ണാമലയിലെ വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ആ സിദ്ധർസ്വാമികൾ ഈ ദിവ്യമായ ശിവലിംഗത്തെ ജലാഭിഷേകം ചെയ്ത് ഭസ്മാഭിഷേകം നടത്തി രുദ്രാക്ഷമാലയണിയിച്ച് ആരതിയും ചെയ്തുകൊണ്ട് ആചാര്യന് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷം ആചാര്യൻ ഈ ശിവലിംഗത്തെ അന്ന് തന്നെ അരുണാചലമല പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അഭിഷേകപ്രിയനായ മഹാദേവന് ഇളനീറഭിഷേകവും ക്ഷീരാഭിഷേകവും ഭസ്മാഭിഷേകവുമാണ് ഇവിടെ പ്രധാനം. തിരുവണ്ണാമലയിൽ നിന്നെത്തിയ ഈ ദിവ്യലിംഗം ദേവിയിൽ ലയിച്ച് അർദ്ധനാരീശ്വര സങ്കല്പം സാക്ഷാത്കരിക്കുന്നു. ശ്രീലകത്ത് നെയ്വിളക്കുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ നെയ്വിളക്കാണ് ശുദ്ധിയും പവിത്രതയും സൂചിപ്പിക്കുന്ന അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമർപ്പണം. അമ്മയുടെ ഏറ്റവും ഇഷ്ട വഴിപാടുകൾ ശ്രീ മഹാചണ്ഡികാ ഹോമം, മഹാഗുരുതി പൂജ, നാളികേരം മുട്ടറുക്കൽ, സമ്പൽ സമൃദ്ധിക്കായുള്ള നാണയപ്പറ സമർപ്പണം, വിദ്യാർത്ഥികൾക്കായുള്ള മഹാസാരസ്വത പൂജ. ഇവിടുത്തെ മഹാസാരസ്വത ഘൃതം പഠന വിജയത്തിനും ഓർമ്മശക്തിക്കും ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. അമ്മയുടെ അംഗരക്ഷകനായി സകല പരിവാര സമേതം കുടികൊള്ളുന്ന ശ്രീ വിഷ്ണുമായ സ്വാമി ഭക്തരുടെ ഓരോ പ്രാർത്ഥനയും സ്വയം തിരിച്ചറിയുന്ന അത്ഭുതകരമായ ദിവ്യ സാന്നിധ്യം. ഒപ്പം ഉപദേവതകളായി ശ്രീ മഹാഗണപതി, ശ്രീ ഗുരുപരമ്പരാ സാന്നിധ്യം, ശ്രീ മഹാനരസിംഹമൂർത്തി, ശ്രീകൃഷ്ണൻ, പരദേവത, മറ്റ് സ്ഥലദൈവങ്ങളായ ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ പ്രതിഷ്ഠകളും ഉണ്ട്. ഉജ്ജനല്ലൂർ ഭട്ടതിരിയാൽ നേരിട്ട് ഉത്തമ ഉപാസനാക്രമങ്ങളും മന്ത്രതന്ത്രങ്ങളും സ്വീകരിച്ച ബ്രാഹ്മണ ദമ്പതികളുടെ താവഴിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണനായ യോഗിവര്യൻ അമ്മയുടെ നിർദ്ദേശപ്രകാരം ആചാര്യനിലേക്ക് എത്തിച്ചേരുകയും സ്വാമിക്ക് വേണ്ടതായ ഉത്തമ മാർഗത്തിലുള്ള എല്ലാ പ്രധാന ചടങ്ങുകളും കർമ്മങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ അതേ പൂജാവിധി പ്രകാരമാണ് ഇന്നും സ്വാമിക്ക് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നത്. മഹാകലശപൂജ, ശനിയാഴ്ചകളിലെ മഹാകരിങ്കുരുതി, ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും ശത്രുദോഷ നിവാരണത്തിനുമുള്ള അപൂർവ കർമ്മങ്ങൾ ഇവിടെ ഇന്നും മധുമാംസാദികൾ ഒഴിവാക്കി വിഷ്ണുമായ സ്വാമിക്ക് ശുദ്ധ ബ്രാഹ്മണ്യ മാർഗത്തിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ തുടരുന്നു. മഹാകലശപൂജയാണ് സ്വാമിയുടെ ഇഷ്ടവഴിപാട്. അമാവാസി നാളിലാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ മഹാകലശപൂജ. ഭക്തജനങ്ങൾക്ക് ഏത് ദിവസവും ഇത് നടത്താം. സർവസൗഭാഗ്യദായകവും ശത്രുസംഹാരകാരകവുമാണ് മഹാകരിങ്കുരുതി. ഇതും സ്വാമിക്ക് പ്രിയങ്കരമാണ്. ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ മഹാഗുരുപരമ്പരകളുടെ അദൃശ്യമായ കരുതലും അനുഗ്രഹങ്ങളുമുണ്ട്. ആചാര്യന്റെ പൂർണ്ണ സമർപ്പണത്തിലൂടെയാണ് അമ്മ തന്നെ പരമഗുരുസ്ഥാനമായി ഇവിടെ നിലകൊള്ളുന്നത്. ശ്രീ മഹാശക്തി ത്രീശ്വരിയുടെ ഇച്ഛകൾ അരുളപ്പാടായി ആചാര്യനിലൂടെ പ്രവഹിക്കുന്നു. ഭൂമിയിൽ ധർമ്മസംരക്ഷണം, ഭക്തർക്ക് സമാധാനവും സമൃദ്ധിയും, അതാണ് അമ്മയുടെ ദൗത്യം. ഇന്നും അമ്മയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും അനുഗ്രഹത്തിലൂടെ ജീവിതം മാറിയ അനേകം ഭക്തരുടെ ദിവ്യാനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിത്യമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രീ മഹാശക്തി ത്രയേശ്വരീ ദേവി ശക്തിയും കരുണയും ഒരുമിച്ചിരിക്കുന്ന സാക്ഷാൽ ജഗദംബ. ശാക്തേയ പരമ്പരയുടെ ആത്മീയ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുകയും
വളർത്തുകയും ചെയ്യുക എന്ന മഹത്തായ ദൗത്യത്തോടെ രൂപം കൊണ്ട ദിവ്യപ്രസ്ഥാനമാണ് ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ട്രസ്റ്റ്. അമ്മയുടെ ദിവ്യാനുഗ്രഹത്തിൽ ആരംഭിച്ച ഈ ട്രസ്റ്റ് ഭക്തി, ആചാരശുദ്ധി, ധർമ്മം, അനുഷ്ഠാനം എന്നീ തൂണുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പരിശുദ്ധ ആത്മീയ കേന്ദ്രമായി ഇന്ന് ലോകത്തിന് മുന്നിൽ പ്രകാശിക്കുന്നു. നിത്യപൂജ, മഹാചണ്ഡികാഹോമം, മഹാഗുരുതി, മഹാകലശപൂജ, മഹാശാക്തേയ പൂജ എന്നിവയ്ക്കൊപ്പം പൗർണമി, അമാവാസി, നവരാത്രി തുടങ്ങിയ വിശേഷ ദിനാചരണങ്ങളിലൂടെ ദേവിയുടെ സാന്നിധ്യം ക്ഷേത്രാന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുന്നു. ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും ആത്മബോധവും പകരും. ആത്മീയ ബോധം ലോകമാകെ വ്യാപിപ്പിക്കുന്നതിനായി ശ്രീമദ് ദേവി മാഹാത്മ്യം മുതൽ ശ്രീമദ് ഭഗവത്ഗീതയും നാരായണീയവും വരെ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ആധ്യാത്മിക പഠന ക്ലാസുകളും ഓൺലൈൻ, ഓഫ്ലൈൻ പരിശീലന പരിപാടികളും ട്രസ്റ്റ് നടത്തുന്നു. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 3.5 ലക്ഷത്തിലധികം പഠിതാക്കൾ ഈ ദിവ്യവിദ്യാലയത്തിൽ പഠിക്കുന്നു. നിസ്വാർത്ഥ സേവനമാണ് ഈ ട്രസ്റ്റിൻ്റെ ഹൃദയം. അന്നദാനം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായങ്ങൾ, വൃദ്ധസംരക്ഷണം തുടങ്ങി ദേവീസേവയും മനുഷ്യസേവയും ഒരുമിക്കുന്ന ജീവനുള്ള സേവാ പ്രസ്ഥാനമാണ് ഇത്. വാണിജ്യരഹിതമായ ധാർമ്മിക ദർശനത്തോടെ സുതാര്യവും ഓഡിറ്റ് ചെയ്തതുമായ ഭരണ സംവിധാനത്തോടെയാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. അമ്മയുടെ ദിവ്യാനുഗ്രഹവും ഗുരുപരമ്പരയുടെ മാർഗദർശനവും ചേർന്ന് ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കുമായി ധാർമ്മിക ബോധം നിലനിർത്തുവാൻ ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ടൗൺഷിപ്പ് എന്ന ബൃഹത്തായ ആത്മീയ പദ്ധതിയും ട്രസ്റ്റ് നടപ്പാക്കുന്നു. ശാക്തേയ പാരമ്പര്യത്തിൻ്റെ ജ്വലിക്കുന്ന ദീപസ്തംഭമായി ലോകമാകെ ഭക്തിയുടെയും സേവയുടെയും പ്രകാശം പകരുന്ന ദിവ്യപ്രസ്ഥാനമാണ് ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ട്രസ്റ്റ്. ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെ പരമാചാര്യസ്ഥാനം അലങ്കരിക്കുന്നത് ആത്മീയതയും അനുഷ്ഠാനശുദ്ധിയും ജീവിതമായി സ്വീകരിച്ച ആചാര്യൻ ശ്രീ ഋഷി അംബാഡ്ജി എന്ന മഹത് വ്യക്തിത്വമാണ്. ബാല്യകാലം മുതൽ തന്നെ മാതാപിതാക്കളിൽ നിന്നും തറവാട്ടിലെ ഗുരുകാരണവന്മാരിൽ നിന്നും ആത്മീയതയുടെ അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊണ്ട് അനേകം ഗുരുപരമ്പരകളുടെ അനുഗ്രഹത്തോടെ ദേവി ഉപാസനയുടെ ആഴങ്ങളിലേക്ക് എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു അപൂർവ ആത്മീയ സാന്നിധ്യമാണ് അദ്ദേഹം. ശ്രീ ബ്രഹ്മാണ്ഡ പുരാണം, മാർക്കണ്ഡേയ പുരാണം, ശ്രീമദ് ദേവി മാഹാത്മ്യം, സൗന്ദര്യലഹരി, ലളിതോപാഖ്യാനം എന്നിവയിലൂടെ ദേവീ ചൈതന്യത്തെ ആഴത്തിലറിഞ്ഞ് ഉപാസനയും സേവനവും തൻ്റെ ശ്വാസനിശ്വാസമാക്കിയ ആചാര്യൻ ജ്ഞാനം, ഭക്തി, ധർമ്മബോധം ഇവയെ ഏകീകരിച്ച ഒരു സമഗ്ര ആത്മീയ മാർഗം ഭക്തർക്കായി രൂപപ്പെടുത്തി. വേദിക് സയൻസ്, ആത്മീയ ശാസ്ത്രം എന്നിവയിൽ PhD-യോടെ അക്കാഡമിക് നേട്ടങ്ങൾ കൈവരിച്ച അദ്ദേഹം അകാല മരണം എന്ന വിഷയത്തിലെ ഗവേഷണ പ്രബന്ധത്തിലൂടെ ശാസ്ത്രീയവും ആത്മീയവുമായ അപൂർവ സമന്വയം സൃഷ്ടിച്ചു. ദശാബ്ദങ്ങളായി നടക്കുന്ന ദേവീ ഉപാസന പഠന ശിബിരങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ശിഷ്യരെ പാരായണത്തിൽ നിന്നും ജീവിതാനുഷ്ഠാനത്തിലേക്ക് നയിക്കുന്ന ആചാര്യൻ ജ്യോതിഷം, വാസ്തു, താന്ത്രിക, ശാക്തേയ കർമ്മങ്ങൾ എന്നിവയിലൂടെ ഭക്തരുടെ ദുരിത നിവാരണത്തിനും ആന്തരിക ശക്തി ജാഗരണത്തിനും മാർഗനിർദ്ദേശം നൽകുന്നു. ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ട്രസ്റ്റ് 2027 വർഷത്തിൽ തിരഞ്ഞെടുത്ത 7000 ശിഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നടത്താൻ പോകുന്ന ശ്രീമദ് ദേവി മാഹാത്മ്യ നാമപ്രചാരണ യജ്ഞയാത്രയുടെ മുന്നോടിയായി ശ്രീമദ് ദേവി മാഹാത്മ്യം സമ്പൂർണമായി പഠിപ്പിക്കുന്ന ദിവ്യ പഠന യജ്ഞത്തിന് ഇതിനോടകം തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2023 ഏപ്രിൽ 21 മുതൽ 108 വെള്ളിയാഴ്ചകളിലായി നടന്ന ശ്രീ മഹാചണ്ഡികാ പൂജ എന്നതുപോലെ
2026 ഫെബ്രുവരി 27 മുതൽ ജൂൺ 14 വരെ നടക്കുന്ന 108 ദിവസത്തെ അഖണ്ഡ ശ്രീ ചണ്ഡിക ശാക്തേയ മഹായാഗവും അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ആചാര്യൻ്റെ ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ സമീപനവും പൂർണ്ണ അർപ്പണബോധവും കൊണ്ടാണ് ഭക്തർ അദ്ദേഹത്തെ സ്നേഹപൂർവം ഗുരുജി എന്ന് വിളിക്കുന്നത്. ഇവിടെ ആചാര്യനിലൂടെ ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ഭക്തരെ സാന്ത്വനിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവിയുടെ ദിവ്യസങ്കല്പത്തിൽ അമ്മയുടെ ഇച്ഛപ്രകാരം രൂപം കൊള്ളുന്ന ഒരു മഹത്തായ ആത്മീയ പദ്ധതിയാണ് ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ടൗൺഷിപ്പ്. ഇത് വെറുമൊരു ക്ഷേത്ര സമുച്ചയമല്ല, ശക്തിയാൽ സംരക്ഷിതമായ സത്യത്തിൻ്റെ ഭൂമിയാണ്. ഭക്തി, ജ്ഞാനം, ധർമ്മം, സേവ എന്നീ 4 തൂണുകളിൽ നിൽക്കുന്ന ഒരു ആത്മീയ പുനർജന പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഏകദേശം 150 ഏക്കർ ഭൂമിയിൽ രൂപം കൊള്ളുന്ന ഈ ദിവ്യകേന്ദ്രം ഭൗതിക വികസനത്തിനല്ല, മറിച്ച് മനുഷ്യന്റെ ആന്തരിക ഉണർവിനാണ്. ഈ ടൗൺഷിപ്പിന്റെ ഹൃദയകേന്ദ്രം ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്രം തന്നെയാണ്. ശ്രീ മഹാസരസ്വതി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാകാളി എന്നീ ദേവീ ചൈതന്യങ്ങളുടെ ഐക്യരൂപമായി വിരാജിക്കുന്ന സാക്ഷാൽ ശ്രീ ദുർഗാ പരമേശ്വരിയുടെ മഹാസന്നിധി. ഇവിടെ ദേവിയെ ആരാധിക്കുന്നത് തന്ത്രശാസ്ത്ര വിധികൾക്ക് അനുസൃതമായി പൂർണ്ണ ദേവീ ചൈതന്യത്തോടെയാണ്. ഭക്തന്റെ കലുഷിതമായ മനസ്സിൽ ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും ഐശ്വര്യ സമൃദ്ധിയും അമ്മയുടെ കരുണയായി ഇവിടെ ഒഴുകുന്നു. ദേവിയുടെ നിത്യസാന്നിധ്യം ആന്തരികമായി അനുഭവിക്കാൻ ദേവീ ഉപാസനാമണ്ഡലം ഒരുക്കപ്പെടുന്നു. ശ്രീമദ് ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി ഉൾപ്പെടെയുള്ള മഹാഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിച്ച് പാരായണം ചെയ്യുന്നതിന് ഒരു ആത്മീയ തീർത്ഥസേവയാകും ഇവിടം. പ്രകൃതിയോട് ചേർന്ന് നിർമ്മിക്കുന്ന ധ്യാനമണ്ഡപങ്ങൾ, ഗുഹാശ്രമ പദ്ധതി എന്ന ആശയത്തിൽ ശബ്ദമൗനത്തിലൂടെ ആത്മാവിൽ ദേവിയെ അനുഭവിപ്പിക്കുന്ന ശാന്തിയുടെ സമാധി മണ്ഡലങ്ങളായിരിക്കും. പഞ്ചഭൂതങ്ങളുടെ സമന്വയത്തിൽ മനസ്സ് ഇവിടെ നിശബ്ദമാകും. വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം ഇവയെല്ലാം പഠിപ്പിക്കുന്ന ആത്മീയ പാഠശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും ഗുരുശിഷ്യ പരമ്പരയിൽ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ആധുനിക ആശ്രമങ്ങളാകും. അമ്മയുടെ ദർശനത്തിൽ സേവയാണ് ഭക്തിയുടെ പരമരൂപം. അതിനാൽ സേവാഗ്രാമം, അന്നദാനം, ചികിത്സ, വിദ്യാഭ്യാസം, അനാഥ വൃദ്ധപരിപാലനം എന്നിവയിലൂടെ സമൂഹത്തിന് സമർപ്പിതമായ ഒരു ദിവ്യ സേവാകേന്ദ്രമാകും ഇവിടം. കലയും ഭക്തിയും സംഗമിക്കുന്ന സത്സംഗ സംഗീത നൃത്തമണ്ഡപം, ആത്മീയ പാരായണം, സത്സംഗങ്ങൾ എന്നിവയിലൂടെ സാംസ്കാരിക നവോത്ഥാനം സൃഷ്ടിക്കും. ആഗമശാസ്ത്രാനുസൃതമായ യജ്ഞവേദിയും ഹോമമണ്ഡപവും ദിനംപ്രതി മഹാചണ്ഡികാ ഹോമം വഴി ക്ഷേത്രനഗരിയെ അമ്മയുടെ ജാഗരൂക ചൈതന്യത്തിൽ പരിശുദ്ധമാക്കും. ഭുക്തിയും മുക്തിയും അമ്മയുടെ കൃപയാൽ എന്ന തത്വത്തിൽ അന്നദാന മന്ദിരം ദർശനത്തിനൊപ്പമുള്ള ദേവി ആരാധനയായി മാറുന്നു. പ്രകൃതിയും ആത്മീയതയും ചേർന്ന ആത്മീയ പ്രകൃതി മണ്ഡലം ദേവവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ഒരു പുണ്യവനമായിരിക്കും. പ്രകൃതിയെ സംരക്ഷിക്കുന്നതും ദേവിയെ ആരാധിക്കുന്നതും തുല്യമാണ് എന്ന സത്യം ഇവിടെ ജീവിക്കും. ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ടൗൺഷിപ്പും അവിടുത്തെ ജീവിത രീതികളും ധർമ്മം പഠിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമുള്ള ഒരു ദിവ്യ ഭൂമിയായി ഇന്നത്തെ കാലത്തേക്കാൾ അപ്പുറം ഭാവി തലമുറകൾക്കായി ഭക്തി, ശക്തി, ജ്ഞാനം, സേവ ഇവ ഒരുമിച്ചൊഴുകുന്ന ഒരു ശാശ്വത ആശ്രമമായി എക്കാലവും നിലനിൽക്കും. അമ്മയുടെ പാദങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന ഈ ദിവ്യ പദ്ധതി ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ടൗൺഷിപ്പ് 2026 ഫെബ്രുവരി 27 മുതൽ ജൂൺ 14 വരെ 1201 കുംഭം 15 മുതൽ ഇടവം 31 വരെ ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്രത്തിൽ തുടർച്ചയായി 108 ദിവസങ്ങളിലായി നടക്കുന്ന
അഷ്ടോത്തര ശതദിനീയ അഖണ്ഡ ശ്രീ ചണ്ഡിക ശാക്തേയ മഹായാഗം ദേവീ തത്വത്തിൻ്റെ ജീവപ്രവാഹം തന്നെ ഭൂമിയിൽ സാക്ഷാത്കരിക്കുന്ന മഹാദിവ്യാനുഷ്ഠാനം. ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി ശാക്തേയ താന്ത്രിക വിദ്യയുടെ പരമോന്നത രൂപമായ ഈ മഹായാഗം ദേവിയുടെ അനന്തമായ ശക്തിയും കാരുണ്യവും അനുഗ്രഹവും പ്രപഞ്ചത്തിലേക്ക് പ്രവഹിപ്പിക്കുന്ന അജ്ഞതയെ ജ്ഞാനത്തിലേക്കും ഭയത്തെ ധൈര്യത്തിലേക്കും ദുഃഖത്തെ ആനന്ദത്തിലേക്കും മാറ്റുന്ന ദേവീ ചൈതന്യത്തിൻ്റെ മഹാമന്ത്രമയ യജ്ഞമാണ്. ശ്രീമദ് ദേവി മഹാത്മ്യത്തിലെ 700 അതിശക്തിയേറിയ മന്ത്രങ്ങളാൽ 108 ദിവസങ്ങളിലായി അഖണ്ഡമായി തെളിയുന്ന യാഗാഗ്നിയിൽ ഭക്തരുടെ ദുഃഖങ്ങളും ദോഷങ്ങളും അജ്ഞാനവും ജ്ഞാനാഗ്നിയിൽ ലയിപ്പിക്കപ്പെടുന്നു. പ്രഭാതത്തിൽ അമ്മയുടെ നാമജപത്തോടെ യാഗവേദി ഉണരുന്നു. വിശേഷാൽ അഭിഷേകം, അലങ്കാരം, നൈവേദ്യം, പഞ്ച ആരതി, തുടർന്ന് ശ്രീ മഹാചണ്ഡികാ ഹോമം, ആവാഹനം, ആരാധന, അർപ്പണം, ആനന്ദം എന്നീ 4 പാദങ്ങളിലൂടെ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന അത്യന്തം ശക്തിയേറിയ ദിവ്യഹോമം. ഹോമത്തിന് ശേഷം മഹാഗുരുതി സമർപ്പണം, മഹാകലശ സമർപ്പണം, ശ്രീമദ് ദേവി മഹാത്മ്യ പാരായണം, ശ്രീ ലളിതാ സഹസ്രനാമ സമൂഹാർച്ചന, മഹാഗുരുതി പൂജ എന്നീ അതിവിശിഷ്ട വഴിപാടുകളും അന്നപ്രസാദവും നെയ്യ് സമർപ്പണവും ഭക്തർക്കായി ദിനംപ്രതി ഭക്തിയോടെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ഈ 108 ദിവസങ്ങളിൽ ഉടനീളം ദേവിയുടെ ഉഗ്ര സൗമ്യ ചണ്ഡികാഭാവം ഭക്തർക്ക് ആത്മശുദ്ധിയും സംരക്ഷണവും ദൈവീക ബലവും നൽകുന്നു. 108 എന്ന സംഖ്യ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നീ ത്രികാല തത്വത്തിന്റെ പൂർണ്ണചക്രം. ഒരു ദിവസത്തെ സമർപ്പണം ദേവിയെ സ്പർശിക്കും. 108 ദിവസത്തെ സമർപ്പണം ദേവിയെ ജീവിതത്തിൽ സ്ഥിരമായി വസിപ്പിക്കും എന്നതാണ് വിശ്വാസം. ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് അഗ്നിയാകുന്ന ഈ മഹായാഗത്തിൽ ഓരോ ദിവസവും തെളിയുന്ന ഹോമാഗ്നിയിൽ ഓരോരുത്തരുടെയും സങ്കല്പവും നാമവും സമർപ്പിക്കപ്പെടേണ്ടതിന് എല്ലാ ഭക്തർക്കും ഇവിടെ സമർപ്പണ സൗകര്യം ഉണ്ടായിരിക്കും. 108 ദിവസങ്ങളിലായി അഖണ്ഡമായി ഹോമസമർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണ 108 ദിവസ ഹോമസമർപ്പണവും അതിൻ്റെ പാതിയായ 54 ദിവസ ഹോമസമർപ്പണവും അതിവിശേഷമാണ്. അതുകൂടാതെ 91, 81, 71 എന്ന് തുടങ്ങി 11, 9, 7, 5, 3 എന്നിങ്ങനെ ഒരു ദിവസ ഹോമ സമർപ്പണം പോലും ഓരോ ഭക്തന്റെയും ശേഷിക്കും ആഗ്രഹത്തിനും വിശ്വാസത്തിനും അനുയോജ്യമായ രീതിയിൽ ശ്രീ ചണ്ഡിക ശാക്തേയ മഹായാഗവേദിയിൽ സമർപ്പിക്കാവുന്നതും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ശ്രീ നവാക്ഷരി മന്ത്രാർച്ചന, ശ്രീ ഗുരുതി പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളും ഇവിടെ സമർപ്പിക്കാവുന്നതുമാണ്. 108 ദിവസത്തോളം ദേവിയുടെ നാമം ആ ദിവ്യയാഗാഗ്നിയിൽ ലയിക്കുമ്പോൾ ഭക്തന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഭസ്മമായി മാറുകയും അനുഗ്രഹം ദീപ്തിയായി ഉയരുകയും ചെയ്യുന്ന ദിവ്യയാത്രയാണ് ശ്രീ ചണ്ഡിക ശാക്തേയ മഹായാഗം. ശ്രീ ദുർഗാദേവിയുടെ ഉഗ്രമായ ചണ്ഡിക എന്ന ഭാവം എല്ലാ തിന്മകളെയും നശിപ്പിക്കാനുള്ള ശക്തിയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർക്ക് അവരുടെ ശക്തി നൽകിയ ആദിപരാശക്തിയുടെ രൂപമാണ് ചണ്ഡികാദേവി. ഈ മഹായാഗത്തിന്റെ ദിവ്യഫലങ്ങൾ കർമ്മദോഷ, ഗ്രഹദോഷ, ദൃഷ്ടിദോഷ നിവാരണം, കുടുംബക്ഷേമം, ആരോഗ്യ പുരോഗതി, സമ്പദ് സമൃദ്ധി, തൊഴിലുന്നതി, സന്താനലബ്ധി, മാനസിക ശാന്തി, ആത്മവിശ്വാസം, സർവരോഗ നിവാരണം, സർവവിഘ്നശമനം എന്നിവയാണ്. അതിലുപരി ലോകശാന്തിക്കും പ്രപഞ്ചക്ഷേമത്തിനും മനുഷ്യരുടെയും സകല ചരാചരങ്ങളുടെയും ദേവീ ചൈതന്യ ഉണർവിനുമുള്ള മഹായജ്ഞമാണ് ഇത്. മഹായാഗവേദിയിലെ പ്രധാന സമർപ്പണങ്ങളായ നെയ്യ്, തേൻ, ശർക്കര, നാളികേരം, പുഷ്പങ്ങൾ, ചുവന്ന പട്ട്, പട്ടുസാരി, മഞ്ഞൾ, കുങ്കുമം, കർപ്പൂരം, ചന്ദനത്തിരി, പനിനീർ എന്നിവയും അന്നപ്രസാദത്തിലേക്കായി സംഭാവനയും വഴിപാടുകൾക്ക് പുറമെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നത്. അമ്മയുടെ ആജ്ഞപ്രകാരം നിർമ്മിക്കാൻ പോകുന്ന ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ടൗൺഷിപ്പിന്റെ ആരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അഷ്ടോത്തര ശതദിനീയ അഖണ്ഡ ശ്രീ ചണ്ഡിക ശാക്തേയ മഹായാഗം ക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്.
അമ്മയുടെ ഈ ദൗത്യ സാക്ഷാത്കാരത്തിനായി എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ മനസ്സും ശരീരവും കഴിവും അർപ്പിച്ചുകൊണ്ട് സർവ്വവിധത്തിലുള്ള സമർപ്പണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അമ്മയുടെ നാമത്തിൽ ഭക്തിപുരസരം അപേക്ഷിക്കുന്നതോടൊപ്പം ലോകത്തിന് മഹാശക്തിയുടെ പ്രകാശവും ശാന്തിയും പരിരക്ഷയും പകർന്നുകൊണ്ട് ശ്രീ മഹാശക്തി ത്രയീശ്വരി ദേവിയുടെ ഇച്ഛപ്രകാരം നടക്കുന്ന ഈ മഹായാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ദേവിയുടെ നാമത്തിൽ ഭക്തിപൂർവം ക്ഷണിക്കുന്നു. ഓം ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപേണ ഓം ശ്രീ മഹാശക്തി ത്രയേശ്വര്യൈ നമഃ. പ്രായഭേദമന്യേ ഏവർക്കും തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ ഉതകുന്ന ദിവ്യഗ്രന്ഥമാണ് ശ്രീ മഹാശക്തി ത്രയേശ്വരി ഉപാസനാ സംഹിത. ശ്രീമദ് ദേവീ മഹാത്മ്യം, ശ്രീ ലളിതാ സഹസ്രനാമം, ശ്രീ സൗന്ദര്യലഹരി, ശ്രീ ലളിതാ ത്രിശതി സ്തോത്രം, ശ്രീ മഹാലക്ഷ്മി സ്തവം, ശ്രീ മഹാലക്ഷ്മ്യഷ്ടകം, ശ്രീ മഹാസരസ്വത്യഷ്ടകം എന്നീ മഹത്തായ 7 ദേവീകൃതികൾ ഒരുമിച്ച് സംഗമിക്കുന്ന അപൂർവമായ ആത്മീയ സമ്പത്താണ് ഈ ഗ്രന്ഥം. കൂടാതെ ആചാര്യൻ ശ്രീ ഋഷി അംബാഡ്ജിയുടെ നേതൃത്വത്തിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ ഉൾപ്പെടെ അനേകം ദിവ്യഗ്രന്ഥങ്ങളുടെ അർത്ഥവ്യാഖ്യാനത്തോടുകൂടിയ പഠനവും ഇവിടെ നടത്തിവരുന്നു. ഈ ഗ്രന്ഥം ലഭ്യമാക്കാനും ഭക്തരെ ആത്മീയമായി ഉയർത്തുന്ന സമഗ്ര പഠന യജ്ഞത്തിൽ പങ്കുചേരാനും ആഗ്രഹിക്കുന്നവർക്ക് ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ മഹത്തായ ആത്മീയ യാത്രയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ മഹാശക്തി ത്രയേശ്വരി ദേവി ക്ഷേത്ര ട്രസ്റ്റ്, സഹൃദയ റോഡ്, പുതിയകാവ്, തൃപ്പൂണിത്തുറ, എറണാകുളം. വെബ്സൈറ്റ് www.shaktitrayam.com. ഇമെയിൽ trayeshwaridevitemple@gmail.com. ഫോൺ 0484451824 മൊബൈൽ 9846053100.